Hello guys, welcome to my channel, Mr. Chef. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഡിഷിന്റെ പേര് കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി വളരെയധികം കമന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു വീഡിയോ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും ഡിസപ്പോയിന്റഡ് ആവണ്ട. നമ്മളെ അടുത്ത വരുന്ന വീഡിയോസിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്ത ബാക്കി ഡിഷസ് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സജഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. കാരണം ഞാൻ ഇൻ ബിറ്റ്വീൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ പറയുന്നുണ്ട്. അത് മിസ്സാവാണ്ടിരിക്കാനായിട്ട് ത്രൂ ഔട്ട് വീഡിയോ കാണുക. ഗൈസ്, നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് റൈസ് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. 1.5 കപ്പ് റൈസ് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിടാം. അതിനുശേഷം നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കാൻ കാരണം റൈസ് കുക്കായതിനു ശേഷം നമ്മളിത് ഒന്നിനൊന്ന് തൊടാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മളുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഒരു 80-85% മാത്രമാണ് വെന്തേക്കുന്നത്. ഇത് ഒന്നിനൊന്ന് തൊടാണ്ട് വേർപെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 80 to 85% കുക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. ഗൈസ്, നമുക്ക് കാണുന്ന മാതിരി നമ്മളുടെ റൈസ് എല്ലാം ഞാൻ സ്ട്രെയിൻ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുക്കുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യമായുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഫ്രൈഡ് റൈസിനായിട്ട് നമ്മൾ ഗാർലിക് നല്ല രീതിയിൽ ഫൈൻ ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റരുത്. അടുത്തതായി ജിഞ്ചർ നമുക്ക് ഇതേമാതിരി തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഒനിയൻ നമ്മൾ സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 ഡിഫറെൻറ്റ് കളറുള്ള ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ജൂലിയൻ കട്ടെന്ന് നമ്മളുടെ കുലിനറി ടേംസിൽ പറയാറുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 2 ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ നമ്മൾ അത്യാവശ്യം ചെറിയ രീതിയിൽ തിന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റ് ഇച്ചിരി വലിപ്പം കൂടുതലുള്ളതുകൊണ്ട് ഞാനിത് നടുവേ ഒന്ന് ബട്ടർഫ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന മാതിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കനാണ് ആവശ്യം. മുഴുവൻ ചിക്കനിൽ നിന്ന് എങ്ങനെ നമുക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫ്രൈഡ് റൈസിനായിട്ട് ചിക്കൻ ഉപയോഗിക്കുന്നത് വളരെ ചെറിയ പീസുകളാണ്, ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലർ സ്ലൈസ് ആയിട്ടും ചിലർ സ്ട്രിപ്സ് ആയിട്ടും ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പക്ഷേ ഞാനിന്ന് ഉപയോഗിക്കുന്നത് ചെറിയ ക്യൂബ്സ് ആയിട്ടാണ്. ഗൈസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ മിസംപ്ലേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. ഈ കുക്കിങ്ങിന് തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് തന്നെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ എല്ലാ ഐറ്റംസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കിംഗ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഐറ്റംസ് എടുക്കാനായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറരുത്. അത് നമ്മളുടെ ചൈനീസ് കുക്കിങ്ങിൽ പ്രത്യേകിച്ച് നമുക്കത് വളരെയധികം ടേസ്റ്റിൽ വളരെയധികം അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് മേക്ക് ഷുവർ ചെയ്യുക എല്ലാ ഐറ്റംസും റെഡിയാന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കണ്ട് മേക്ക് ഷുവർ ചെയ്യുക എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളതെന്ന്. ഓക്കെ, അടുത്തായിട്ട് എനിക്ക് ചെറിയൊരു ഫേവർ നിങ്ങളോട് ആവശ്യപ്പെടാനുണ്ട്. നമ്മളുടെ ഈ വീഡിയോയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 1000 ലൈക്സ് കിട്ടാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അത് നമ്മളുടെ യൂട്യൂബിൻ്റെ ആൽഗരിതം വർക്കൗട്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും ഓരോ ലൈക്സ് അടിക്കാനായിട്ട് ശ്രമിക്കുക. അതുമാതിരി തന്നെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഡിഷിൻ്റെ പേരും കൂടെ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും മെൻഷൻ ചെയ്യുക. അതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈക്ക് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സജഷൻ കിട്ടുന്ന ഡിഷായിരിക്കും ഞാൻ ചെയ്യുന്നത്. കാരണം എനിക്ക് താല്പര്യമുള്ള ഡിഷിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ഡിഷാണ് എനിക്ക് ചെയ്യാൻ താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ സജഷൻ നിങ്ങളോട് എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് മറക്കാണ്ട് തന്നെ ചെയ്യാൻ നോക്കുക. അതുമാതിരി ഒരു ലൈക്ക് ഉറപ്പായിട്ട് അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം പാനിലേക്ക് വെച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് ഓയിൽ നല്ല ചൂടായതിനു ശേഷം നമുക്കിതിലേക്കൊരു 3 എഗ്ഗ് ക്രാക്ക് ചെയ്ത് ഒഴിക്കാം. കുറച്ച് ഉപ്പ്, കുറച്ച് ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഒനിയൻ. അതിനുശേഷം നമുക്കിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നല്ല സ്പീഡിൽ തന്നെ നമ്മളുടെ ലാഡിൽ ഇളക്കിക്കൊണ്ട് നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം.
അടുത്തതായി സെയിം പാനിലേക്ക് നന്നായി ചൂടായതിനു ശേഷം നമുക്കൊരു വീണ്ടും 2 സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇതിലേക്ക് ഇടാം. നമ്മളുടെ ജിഞ്ചറും ഗാർലിക്കും ചെറിയ രീതിയിലൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ക്യൂബ്സ് നമുക്ക് ഇതിലേക്ക് ഇടാം. ചിക്കൻ ക്യൂബ്സ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ സോൾട്ട് ഇടാം. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ പൊടിച്ച കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. നിങ്ങൾക്ക് കാണുന്ന മാതിരി ചിക്കൻ്റെ ആ പിങ്ക് കളർ മാറി ഒരു വൈറ്റ് കളർ ആയതിനു ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ഒനിയനും പകുതി സ്പ്രിംഗ് ഒനിയനും കൂടെ നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിലേക്കൊരു 100 ഗ്രാം ഫ്രോസൺ മിക്സ് വെജിറ്റബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത് ബീൻസ്, ക്യാരറ്റ്, പീസ്. അപ്പോൾ നിങ്ങൾ ഇതിന് ഫ്രോസന് പകരം ഫ്രഷ് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത് ഫുൾ ഓൾ ദ വേ ത്രൂ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന റൈസ് എടുത്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. നമ്മളുടെ ഫ്രൈഡ് റൈസ് നല്ല വൈറ്റ് കളറിൽ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് സോയാ സോസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രഷായി പൊടിച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. എല്ലാ ഐറ്റംസും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസിനോട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചില്ലി ചിക്കൻ റെസിപ്പി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രൈഡ് റൈസും ഉണ്ടാക്കുക, അതിനോട് ചില്ലി ചിക്കനും ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. റൈസ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം റൈസ് ഉടയാതെ തന്നെ സ്മൂത്തായിട്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കുക. ഏറ്റവും ബെസ്റ്റ് ഈ കാണുന്ന മാതിരി ടോസ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണുന്ന പോലെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളുടെ ചൈനീസ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ until I see you with a different video, bye bye.